മേൽപ്പറമ്പ്, കീഴൂർ, കളനാട്ട് എന്നിവിടങ്ങളിൽ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ട്രാക്കിൽ കരിങ്കല്ല് കയറ്റിവെച്ച് അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് അട്ടിമറിക്കാനാണ് ശ്രമം നടന്നത്. ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ 2 പേർ പിടിയിലായി. വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ് ചില്ല് തകർത്ത സംഭവത്തിലും ഒരാളെ പിടികൂടിയിട്ടുണ്ട്. KV ബൈജു ചേരുകയാണ്. ബൈജു, ഈ പിടികൂടപ്പെട്ടവർ അവരെന്താണ് പോലീസിന് മനസ്സിലാകുന്നത്? എന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും മറ്റു ലക്ഷ്യങ്ങൾ കാണുന്നുണ്ടോ? രഞ്ജിത്തെ, ഇപ്പോൾ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതായത് മേൽപ്പറമ്പിന് സമീപം ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്ന കുറ്റത്തിനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഇതിൽ ഒരാൾ പത്തനംതിട്ട സ്വദേശി അഖിൽ ജോൺ മാത്യു എന്നിവരാണ്. 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായതായി റെയിൽവേ പോലീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ കാസർഗോഡ്, കണ്ണൂർ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമം നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ട്രെയിനുകൾക്ക് നേരെ കല്ലേറും. കഴിഞ്ഞ ദിവസമാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലേറുണ്ടായത്. ആ കേസിൽ ഈ ട്രെയിനിന്റെ CCTV പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ അറസ്റ്റിലായിരിക്കുന്നത്. മറ്റാൾ പത്തനംതിട്ട സ്വദേശിയാണ്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഏത് തരത്തിലുള്ള അട്ടിമറി ശ്രമമാണെന്ന കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്. ഏതായാലും 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതാനും മാസങ്ങളായി ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമവും ഈ തീവണ്ടികൾക്ക് നേരെ കല്ലേറും വ്യാപകമായിട്ടുണ്ട്. ആ കേസുകളിൽ ഒന്നും തന്നെ ആരെയും പിടികൂടാനായിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഈ പിടിയിലായ ആൾ ഇതിന് നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഈ തരത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ വാർത്താ സമ്മേളനം ഉണ്ടായത്. റെയിൽവേ CA അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിൽ ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി സാധ്യത ഇപ്പോൾ തള്ളാനും കഴിയില്ല. അതേസമയം അത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. കൃത്യമായ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മറ്റൊരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ ഇത്തരത്തിൽ കല്ലെറിഞ്ഞ സംഭവം നേരത്തെയും ഈ ഇത്തരത്തിൽ ഒരുപാട് ട്രെയിനുകൾക്ക് നേരെ കല്ലേറും അട്ടിമറി സംഭവം നമുക്കറിയാം. കളനാടിന് സമീപം വലിയ തോതിൽ ക്ലോസറ്റും കരിങ്കിലും ഒക്കെ പാകി ട്രെയിൻ അട്ടിമറി ശ്രമം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇതിൽ പ്രതികളെ ഒന്നും പിടികൂടാനാവാത്തത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു, വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് കൃത്യമായി 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്നലെയാണ് അമൃത്സർ എക്സ്പ്രസ് ട്രെയിനിന് 2 ട്രാക്കുകൾക്കും ഇത് വലിയ തോതിലുള്ള കല്ലുകൾ നിരത്തിയിട്ട ഒരു സംഭവം ഉണ്ടായത്. ആ കേസിലാണ് ഇപ്പോൾ പത്തനംതിട്ട സ്വദേശി അഖിൽ ജോൺ മാത്യു എന്ന ആൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ, ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമമായി ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ചോദ്യം ചെയ്യൽ നടന്നു. ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇയാളുള്ളത്. ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം പ്രായപൂർത്തിയാകാത്ത ആൾ, അത് വിദ്യാർത്ഥിയാണ്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ സംഭവത്തിലും 2 പേരും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് റെയിൽവേ പോലീസ് ഇപ്പോൾ കടക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അട്ടിമറി ശ്രമം മേൽപ്പറമ്പ്, കീഴൂർ, കളനാട് എന്നീ പ്രദേശങ്ങളിലാണ്. കാസർഗോട്ട് ഇവിടെയൊക്കെ നേരത്തെയും സമാനമായ സംഭവങ്ങൾ, നേരത്തെ ഒരുപാട് സംഭവങ്ങൾ ഈ വന്ദേ ഭാരത് തുടങ്ങിയ സമയം മുതൽ തന്നെ വന്ദേ ഭാരത് നേരെ കല്ലെറിയുന്നുണ്ട്. ആസൂത്രിതമായി തന്നെയാണോ ഇവർ, അതോ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ? അങ്ങനെ എന്തെങ്കിലും നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ടോ ബൈജു? ഈ റെയിൽവേ പോലീസിനും ഒപ്പം നമ്മുടെ കേരള പോലീസിനും വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്നതാണ് ഈ ട്രെയിൻ അട്ടിമറി ശ്രമവും ഒപ്പം ഈ ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറും. കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 10ഓളം ട്രെയിനുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ കല്ലേറുണ്ടായത്. ഈ കേസിലൊന്നും പ്രതികളെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പിടിയിലാകുന്നത്. നേരത്തെയൊക്കെ ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമം ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ട്രെയിൻ അട്ടിമറി ശ്രമം 6 മാസത്തിനിടെ 15ഓളം ട്രെയിനുകൾക്ക് നേരെ ഇത്തരത്തിലുണ്ടായിരുന്നു. അതേസമയം തന്നെ കല്ലേറും, ട്രെയിനുകൾക്ക് നേരെ വ്യാപകമായ കല്ലേറ് നടക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പതിവാകുന്നത്. ഏതായാലും ഈ അറസ്റ്റോടുകൂടി ഇത്തരം സംഭവങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുമാത്രമല്ല വലിയ തോതിലുള്ള നിരീക്ഷണം ഈ ട്രാക്ക് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. നിലവിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ഈ CCTV ക്യാമറയിൽ നിന്നാണ് ഈ പ്രതിയെ തിരിച്ചറിഞ്ഞതും അറസ്റ്റ് ചെയ്തതും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ